806 കോടി രൂപയുടെ കണക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. അതായത് ആളിരുന്നാൽ ഊർന്നു വീഴുന്ന ഒറ്റക്കാലിന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് എന്ന് എഴുതി വെക്കുന്ന നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വല്ല പൊട്ടും പൊളിയും വന്നു കഴിഞ്ഞാൽ അത് ആ മുതൽ ക്ഷ വരെ കേന്ദ്രത്തിന്റെ ആണെന്ന് പറയുകയും പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വേദിയിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പറയുകയും ഈ റോഡ് മുഴുവൻ ഞങ്ങളുടെ കൊണ്ട് റീൽസ് എടുക്കുകയും ചെയ്യുന്നില്ലേ? ആ പണിയുടെ പേരാണ് എട്ടുകാലി മമ്മൂഞ്ഞിസം. നോക്കൂ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരത്തിനിടയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം വല്ലാത്തൊരു വികസനമാണ് ഇവിടെ നടപ്പാക്കിയത്, വല്ലാത്തൊരു കൗതുകരമായിട്ടുള്ള പ്രയോഗമായിരുന്നു. എന്തോന്നാണോ എവിടെ കിട്ടിയോ ഉണ്ടാക്കണേ ഞങ്ങൾക്ക് അതാണ് പറയുന്നത്, വല്ലാത്ത വികസനമാണ് നിങ്ങൾ നടപ്പാക്കി. രണ്ടാമത്തെ അദ്ദേഹം എംഎൽഎ പറ്റി പറഞ്ഞു ന്യായീകരിച്ചോണ്ടാ പറഞ്ഞ് എംഎൽഎ ഇവിടെ ഒരു സ്ഥിരം സന്ദർശകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എംഎൽഎ മണ്ഡലത്തിൽ സന്ദർശകനാവേണ്ട ആളല്ല, എംഎൽഎ മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് സാന്നിധ്യം ആവേണ്ട ആളാണ്. രണ്ടാമത്തെ കാര്യം, ഇനി സുരേഷ് ഗോപിയെ പറ്റി അദ്ദേഹം പറഞ്ഞു എംഎൽഎ പറ്റി മോശം പറയരുത്, പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രിയെ പറ്റി പറയുന്നത് വിടുവായത്തം പറയുന്നു എന്നാണ്. ആരാണ് വിടുവായത്തം പറയുന്നത്? എയിംസ് വരാനുള്ള തടസ്സം എന്താ? എയിംസിന് കൃത്യമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. എയിംസ് വരണമെങ്കിൽ 200 acres ഓഫ് കണ്ടിന്യൂസ് ലാൻഡ് വേണം എന്നതാണ്. നിൽക്കൂ സർ, പറയാൻ ചോദിക്കൂ. നിന്റെ എല്ലാത്തിലും കയറി തലയിരുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഒരു സ്ഥലത്ത് എയിംസ് വരണമെങ്കിൽ എയിംസ് സാധാരണ ആശുപത്രിയല്ല, 750 മുതൽ 1000 വരെ ബെഡുകളുള്ള മെഡിക്കൽ കോളേജ് ഫെസിലിറ്റി ഉള്ള അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എയിംസ് എന്ന് പറയുന്നത്. ആ എയിംസ് വരണമെങ്കിൽ ആദ്യ ഗൈഡ് ലൈൻ തന്നെ 200 acre കണ്ടിന്യൂസ് ലാൻഡ് വേണമെന്നാണ്. അതായത് ഒരു നിലയ്ക്കും വിഭജിക്കപ്പെട്ടിട്ടില്ലാത്ത തുടർച്ചയായി കിടക്കുന്ന ഭൂമി വേണം. കേരളത്തിൽ ഇതുവരെയായിട്ട് ഇവർക്ക് എയിംസ് വേണം പറയുന്നല്ലാതെ 200 acre കണ്ടിന്യൂസ് ലാൻഡ് എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. ഇവർ ചെയ്ത എന്താണെന്നറിയോ? കോഴിക്കോട് എയിംസ് വരുമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ റിയൽ എസ്റ്റേറ്റുകാരെല്ലാവരും ആദ്യം തന്നെ കോഴിക്കോട് ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടി. ഇപ്പൊ സമ്മർദ്ദമാണ്, ആ ഭൂമിയിൽ 150 acre ഭൂമിയിൽ തന്നെ എയിംസ് കൊണ്ടുവരണം. കാരണം അവിടെ കാശ് മുടക്കിയിട്ടിരിക്കുകയാണ്. അവിടെ എയിംസ് വന്നാൽ മാത്രമേ ഈ ഭൂമിയൊക്കെ ഇനി പൊന്നുമലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ വലിയൊരു മാഫിയായിട്ട്, ലോബി ആയിട്ട് വികസന പദ്ധതികളെ എങ്ങനെ സ്വന്തം കീശ വീർപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള ഉദാഹരണമാണ് കോഴിക്കോടിന് വേണ്ടി നടത്തുന്ന ഈ പിടിവലി. എയിംസ് കേരളത്തിൽ വരണമെന്നുള്ള ആവശ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് കോഴിക്കോട് ഇവർ ഏറ്റെടുത്തിട്ടുള്ള, ഇവർ കണ്ടുവച്ചിട്ടുള്ള 150 acre തന്നെ വരണമെന്നുള്ള പിടിവാശിക്ക് എന്താണ് അർത്ഥം? ആലപ്പുഴയിലോ തൃശ്ശൂരിലോ യുക്തമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ എയിംസ് കേരളത്തിൽ വരും. അതെ, വികസനത്തെ പറ്റിയിട്ട് ഇവിടെ കാഴ്ചപ്പാട് എത്ര പ്രാകൃതമാണെന്ന് നോക്കൂ. വികസനം നടന്നിട്ടുള്ള ഈ നഗരത്തിൽ, ഈ നഗരം യഥാർത്ഥത്തിൽ എത്തേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഈ നഗരം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഷൊർണൂർ മണ്ഡലത്തെ പൊതുവിലാണ് പറയുന്നത്. 50,000-ലേറെ വീടുകളുള്ള ഈ സ്ഥലം എത്രയോ കൂടുതൽ മെച്ചപ്പെടാൻ ശേഷിയുള്ള ഒരു സ്ഥലമായിരുന്നു ഞാൻ പറയുന്നത്. ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വർഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഇവർ പറയുന്നത് 25 കൊല്ലം മുൻപുള്ള വികസനത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അവർ പറയുന്നത്. ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചില്ലേ, റോഡ് ടാർ ചെയ്തില്ലേ, തടയണ ഉണ്ടാക്കിയില്ലേ? സർ, തടയണ ഉണ്ടാക്കലും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കലും ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കലുമാണ് വികസനത്തിലുള്ള കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞു. അത് അടിസ്ഥാന സൗകര്യമാണ്, അത് വികസനമല്ല. ഒരു നാട്ടിൽ വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അവിടെ കാത്തു നിൽക്കാൻ ബസ് വേണം, കയറി കിടക്കാൻ വീട് വേണം, ആളുകൾക്ക് കുടിക്കാൻ വെള്ളം വേണം. അത് അടിസ്ഥാന ആവശ്യമാണ്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. അടിസ്ഥാന ആവശ്യത്തിന്റെ മുകളിൽ ആ ജനതയുടെ ഭാവിയെ കരുതിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ദീർഘവീക്ഷണപരമായിട്ടുള്ള ഇടപെടലാണ് വികസനം എന്ന് പറയുന്നത്. ആ വികസനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പിന്നെ 806 കോടി രൂപയുടെ കണക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. അതായത് ആളിരുന്നാൽ ഊർന്നു വീഴുന്ന ഒറ്റക്കാലിന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് എന്ന് എഴുതി വെക്കുന്ന നാടാണിത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇവിടെ 806 കോടി രൂപ കണക്കിൽ ചെലവാക്കാൻ ഒരു പ്രയാസമില്ല. ജനത്തിന് എന്ത് അനുഭവവേദ്യമായി? നിങ്ങൾക്ക് എത്ര കോടി രൂപയുടെ വികസനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി എന്നുള്ളതാണ് ചോദ്യം.